Welcome back. Today we are going to discuss intelligence and theories of intelligence. Concept of intelligence. The term intelligence covers abilities associated with the cognitive processes. കോഗ്നിറ്റീവ് പ്രോസസ്സസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എബിലിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇൻ്റലിജൻസ് ഹെൽപ്സ് ആൻ ഇൻഡിവിജ്വൽ ടു മേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വിത്ത് ഹിസ് എൻവയോൺമെൻറ്റ്. ഒരു വ്യക്തിയെ അവരുടെ സാഹചര്യങ്ങളുമായി അവരുടെ എൻവയോൺമെൻറ്റുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത് എന്താണോ ആ എബിലിറ്റിയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു മേക്ക് അബ്സ്ട്രാക്ട് തിങ്കിങ് ആൻഡ് ലേൺ ഫ്രം എക്സ്പീരിയൻസസ്. അതുപോലെ തന്നെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് വിച്ച് ഹെൽപ്സ് ടു മേക്ക് അബ്സ്ട്രാക്ട് തിങ്കിങ്ങിന് നമ്മളെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ടു ലേൺ ഫ്രം അവർ എക്സ്പീരിയൻസസ്. നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് ലേൺ ചെയ്യാനും നമ്മളെന്നെ സഹായിക്കുന്നതാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇൻ്റലിജൻസിൻ്റെ ഒരു ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സൈക്കോളജിസ്റ്റ് റോബർട്ട് സ്റ്റേൺബർഗിൻ്റെ ഡെഫിനിഷനാണിത്. According to Robert Sternberg, intelligence as mental abilities necessary for adaptation to as well as shaping and selection of any environmental context. എന്താണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ മെൻ്റൽ എബിലിറ്റി നെസസറി ഫോർ അഡാപ്റ്റേഷൻ. ഒരു വ്യക്തിക്ക് അഡാപ്റ്റേഷന് അത്യാവശ്യമായിട്ടുള്ള ഒരു മെൻ്റൽ എബിലിറ്റിയാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ആസ് വെൽ ആസ് ഷേപ്പിംഗ് ആൻഡ് സെലക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റൽ കോണ്ടെക്സ്റ്റ്. വേറെ എന്തിനു കൂടി നമ്മൾക്ക് ഇൻ്റലിജൻസ് നെസസറിയാണ്? ഫോർ ഷേപ്പിംഗ് ആൻഡ് സെലക്ഷൻ ഓഫ് എനി എൻവയോൺമെൻറ്റൽ കോണ്ടെക്സ്റ്റ്. ഈ സൈക്കോളജിസ്റ്റുകൾ ടൈം ടു ടൈം they have attempted to answer what the structure of intelligence is. ഇൻ്റലിജൻസിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറേ പഠനങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായി കുറേ തിയറീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് തിയറീസ് ഓഫ് ഇൻ്റലിജൻസ് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 factor തിയറി, ആൻഡ് ദെൻ ഗിൽഫോർഡ്സ് തിയറി, ദെൻ തിയറി ഓഫ് ഇൻ്റലിജൻസ് ആൻഡ് തിയറി ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 factor തിയറിയാണ്. ദിസ് തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ സ്പിയർമാൻ in 1904. According to him, intelligence consists of 2 factors, the general factor and the specific factor. സ്പിയർമാൻ പറയുന്നത് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് 2 ഫാക്ടേഴ്സ് കൂടി ചേർന്നാണ്. ഒന്ന് ജനറൽ ഫാക്ടർ and the other one is specific factor. The general factor denoted by the letter G and the specific factor denoted by the letter S. അങ്ങനെ 2 ഫാക്ടേഴ്സുകൾ കൂടി ചേർന്നതാണ് ഇൻ്റലിജൻസ് എന്ന് സ്പിയർമാൻ അവകാശപ്പെടുന്നു. ജനറൽ ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ജനറൽ കപ്പാസിറ്റി വിച്ച് ഈസ് ബേസിക്കലി എ റീസണിങ് ഫാക്ടർ. ജനറൽ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ജനറൽ കപ്പാസിറ്റിയാണ്. അക്കോർഡിംഗ് ടു ദിസ് തിയറി, എവറി മെൻ്റൽ എബിലിറ്റീസ് ഇൻവോൾവ്സ് എ ജനറൽ ഫാക്ടർ ആൻഡ് എ സ്പെസിഫിക് ഫാക്ടർ. ഈ തിയറി പറയുന്നത് എല്ലാ മെൻ്റൽ എബിലിറ്റികളും ഒരു ജനറൽ ഫാക്ടറും
അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് ഫാക്ടറും അടങ്ങിയിട്ടുള്ളതാണ്. ജനറൽ ഫാക്ടർ വിച്ച് ഷെയർ വിത്ത് ഓൾ മെൻ്റൽ ആക്ടിവിറ്റീസ് whereas specific factor which is shared with none. ജനറൽ ഫാക്ടർ എന്ന് പറയുന്നത് എല്ലാ മെൻ്റൽ ആക്ടിവിറ്റിയിലും കോമൺ ആയി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫാക്ടർ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ജനറൽ ഫാക്ടർ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. എന്നാൽ സ്പെസിഫിക് ഫാക്ടർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡിഫറെൻറ്റ് സ്പെസിഫിക് ഫാക്ടേഴ്സ് ഉണ്ട്. സ്പെസിഫിക് ഫാക്ടേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഡിഫറെൻറ്റ് മെൻ്റൽ ആക്ടിവിറ്റീസ്. നമ്മൾ ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ മെൻ്റൽ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് ഡിഫറെൻറ്റ് സ്പെസിഫിക് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു മെൻ്റൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു ജനറൽ ഫാക്ടറും ഒപ്പം തന്നെ നമ്മൾ ആ സ്പെസിഫിക് ടൈമിൽ ചെയ്യുന്ന മെൻ്റൽ ആക്ടിവിറ്റിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പെസിഫിക് ഫാക്ടറും അതിൽ അടങ്ങിയിരിക്കും. അങ്ങനെ ഒരു ജനറൽ ഫാക്ടറിൻ്റെയും സ്പെസിഫിക് ഫാക്ടറിൻ്റെയും കോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഒരു മെൻ്റൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. The general factor is largely innate and account for success in all activities. ജനറൽ ഫാക്ടർ എന്ന് പറയുന്നത് ഇന്നേറ്റ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ കാണപ്പെടുന്ന ഒരു ഫാക്ടറാണ്. ആൻഡ് ഇറ്റ് അക്കൗണ്ട്സ് ഫോർ ഓൾ ആക്ടിവിറ്റി, സക്സസ് ഓഫ് ഓൾ ആക്ടിവിറ്റി. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും സക്സസ്സിനും ആവശ്യമായ കാരണമാകുന്ന ഒരു ഫാക്ടർ കൂടിയാണ് ഈ ജനറൽ ഫാക്ടർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. ജനറൽ ഫാക്ടർ ഈസ് കോൺസ്റ്റൻറ്റ്. എന്തുകൊണ്ടാണ് ജനറൽ ഫാക്ടർ കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് any individual it remains same of all the correlated activities. ഏതൊരു ഇൻഡിവിജ്വൽ ആണെങ്കിലും ഏതൊരു ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിലും ഈ ജനറൽ ഫാക്ടർ റിമൈൻസ് സെയിം ആയിരിക്കും. ജനറൽ ഫാക്ടർ എന്താണ് മാറുന്നത്? ജനറൽ ഫാക്ടറിലാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ആ ഒരു സെൻസിലാണ് ജനറൽ ഫാക്ടർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാൻ കാരണം. ആൻഡ് ഇറ്റ് ഡിഫേഴ്സ് ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ. ജനറൽ ഫാക്ടർ എങ്ങനെയാണ്? ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയെ നോക്കുകയാണെങ്കിൽ അത് മാറിക്കൊണ്ടിരിക്കും അല്ല എന്ന് വെച്ചെങ്കിൽ സെയിം ആയിട്ടുള്ള ജനറൽ ഫാക്ടർ ആയിരിക്കില്ല എല്ലാ വ്യക്തികളിലും കാണപ്പെടുന്നത്. പക്ഷേ ഒരു വ്യക്തി ചെയ്യുന്ന എല്ലാ മെൻ്റൽ ആക്ടിവിറ്റിയിലും കാണപ്പെടുന്ന ജനറൽ ഫാക്ടർ എന്ന് പറയുന്നത് ഒന്ന് തന്നെ ആണ്. അതാണ് അതിൻ്റെ ഡിഫറൻസ് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം. ബട്ട് സക്സസ് ഇൻ എനി സ്പെഷ്യലൈസ്ഡ് ഫീൽഡ് വെരി മച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ കൺസേൺ സ്പെസിഫിക് ഫാക്ടർ വിച്ച് ഈസ് എസെൻഷ്യലി ലേൺഡ്. ഒരു മെൻ്റൽ ആക്ടിവിറ്റിയുടെ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഫീൽഡിലുള്ള ഒരു വ്യക്തിയുടെ സക്സസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദി സ്പെസിഫിക് ഫാക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്താണ്? ആ ഒരു പർട്ടിക്കുലർ ഡിസിപ്ലിനിൽ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി ആ വ്യക്തിക്ക് വേണ്ട ഏത് സ്പെസിഫിക് ഫാക്ടറാണോ അയാൾ അടങ്ങിയിരിക്കുന്നത് അതിൻ്റെ അനുസരിച്ചിരിക്കും ആ വ്യക്തി ആ പർട്ടിക്കുലർ ഫീൽഡിൽ സക്സസ് നേടുന്നത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ മെൻ്റൽ ആക്ടിവിറ്റീനെ കൺസേൺ ചെയ്തിട്ടുള്ളൊരു സ്പെസിഫിക് ഫാക്ടർ ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾക്ക് ആ സ്പെസിഫിക് ഫാക്ടറിനെ നമ്മൾക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ലേൺ ദാറ്റ് സ്പെസിഫിക് ഫാക്ടർ ഓർ ഇംപ്രൂവ് ദാറ്റ് സ്പെസിഫിക് ഫാക്ടർ. സക്സസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ എന്തിനെയാണ്? ഒരു സ്പെസിഫിക് ഫാക്ടറിനെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ സ്പെസിഫിക് ഫീൽഡുമായി ബന്ധപ്പെട്ട മെൻ്റൽ ആക്ടിവിറ്റി ചെയ്യുന്നതിന് സഹായകമായ സ്പെസിഫിക് ഫാക്ടറാണ് ആ ഫീൽഡിൽ ആ വ്യക്തിയെ സക്സസ് ആക്കാൻ സഹായിക്കുന്നത്. ദസ് നോ പേഴ്സൺ ഈസ് അബ്സല്യൂട്ട്ലി യൂണിഫോം ഇൻ ഹിസ് മെൻ്റൽ പെർഫോമൻസ്. അതുകൊണ്ട് തന്നെ എന്താണ്? എല്ലാ വ്യക്തികളും അവരുടെ മെൻ്റൽ പെർഫോമൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാ വ്യക്തികളിലും
ഡിഫറെൻറ്റ് മെൻ്റൽ പെർഫോമൻസ്. നമ്മൾക്ക് യുണീക്ക്നെസ് ഉണ്ടാവും ഈവൺ ഇൻ മെൻ്റൽ പെർഫോമൻസ്. സോ persons who are good in certain field or discipline may be poor in other field. Some who excel in mathematics might be poor in language or literature. Thus, performance in any situation is predicted by the amount of share of general and specific factor in different intellectual activities. അപ്പോൾ എന്താണ്, a person good in certain field may be poor in other field. എന്തുകൊണ്ടാണ്? അതിൻ്റെ അർത്ഥം എല്ലാ വ്യക്തികളിലും എല്ലാ ഫീൽഡിലും സക്സസ് ആവുന്ന രീതിയിൽ അതിനെ പ്രതിനിധീകരിക്കുന്ന രീതിയിലുള്ള സ്പെസിഫിക് ഫാക്ടേഴ്സ് ഒരു പക്ഷേ ഉണ്ടാവണമെന്നില്ല. ആളുകളിൽ സ്പെസിഫിക് ഫാക്ടറുകളിൽ വ്യത്യാസം കാണാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ നന്നായി പെർഫോം ചെയ്യുന്നുണ്ടാവും, വേറൊരു ഫീൽഡിൽ മറ്റ് ഫീൽഡിൽ ചെയ്യുന്ന പോലെയുള്ള പെർഫോമൻസ് ഉണ്ടാവാതെ ഇരിക്കാം. അപ്പോൾ ആ പെർഫോമൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി എമൗണ്ട് ഓഫ് ഷെയർ ഓഫ് ജനറൽ ആൻഡ് സ്പെസിഫിക് ഫാക്ടേഴ്സ് ഇൻ ഡിഫറെൻറ്റ് ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റീസ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യക്തിയുടെ ഒരു പർട്ടിക്കുലർ ഫീൽഡിലുള്ള പെർഫോമൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രഡിക്റ്റഡ് ബൈ ദി എമൗണ്ട് ഓഫ് ഷെയർ ഓഫ് ജനറൽ ആൻഡ് സ്പെസിഫിക് ഫാക്ടേഴ്സ്. ആ മെൻ്റൽ ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റീസിൽ എത്രത്തോളം ജനറൽ ആക്ടിവിറ്റിയും ഏത് സ്പെസിഫിക് ആക്ടിവിറ്റിയുമാണ് സ്പെസിഫിക് ഫാക്ടേഴ്സുമാണ് ഷെയർ ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കോപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും അയാളുടെ പെർഫോമൻസ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളിവിടെ കാണുന്നത് ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനാണ്. സെൻറ്ററിൽ കാണുന്നതാണ് ജനറൽ ഫാക്ടർ, ചുറ്റും കാണുന്ന ഫാക്ടേഴ്സാണ് സ്പെസിഫിക് ഫാക്ടേഴ്സ്. അപ്പോൾ ഓരോ സപ്പോസ് ഇതൊരു മെൻ്റൽ ആക്ടിവിറ്റി എന്ന് വയ്ക്കുക, ന്യൂമറിക്കൽ എബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു മെൻ്റൽ ആക്ടിവിറ്റി. അപ്പോൾ എന്ത് വേണം, ഒരു ജനറൽ ഫാക്ടർ, അത് കണക്റ്റഡ് ആണ് ഇവിടെ അല്ലേ, ഒരു ജനറൽ ഫാക്ടർ വേണം, ഒപ്പം തന്നെ ഒരു സ്പെസിഫിക് ഫാക്ടർ വേണം. ഈ രണ്ടും കൂടുമ്പോഴാണ് ഒരു മെൻ്റൽ ആക്ടിവിറ്റി സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് ജനറൽ ഫാക്ടറും വെർബൽ എന്ന് പറയുന്ന സ്പെസിഫിക് ഫാക്ടറും കൂടി ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോ മെൻ്റൽ ആക്ടിവിറ്റിയെ കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ്, ഒരു മെൻ്റൽ ആക്ടിവിറ്റി വേണമെങ്കിൽ അപ്പോൾ ഒരു ജനറൽ ഫാക്ടർ വേണം, അതുപോലെ തന്നെ സ്പെസിഫിക് ഫാക്ടർ വേണം. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, സ്പെസിഫിക് ഫാക്ടറുകൾ ചിലപ്പോൾ രണ്ട് സ്പെസിഫിക് ഫാക്ടറുകൾ ഒരു ആക്ടിവിറ്റി ചെയ്യാനും ആവശ്യമായി വന്നേക്കാം. ഒരേ അളവിലല്ലെങ്കിൽ ചെറിയൊരു അളവിലെങ്കിലും വേറെ ഒരു സ്പെസിഫിക് ഫാക്ടർ നമ്മൾക്ക് ആവശ്യമായി വന്നേക്കാം ഒരു മെൻ്റൽ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത്. ഇനി ഈ സ്പിയർമാൻ്റെ തിയറിയുടെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഈ ഒരു തിയറി പഠിച്ചതുകൊണ്ട് ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു ടീച്ചർക്ക് എങ്ങനെയാണ് ഇത് ഗുണപ്രദമാകുന്നത്? ഇറ്റ് ഗീവ്സ് എ ബെറ്റർ ഇൻസൈറ്റ് ടു ദ ടീച്ചർ അബൌട്ട് ദി നേച്ചർ ഓഫ് ഇൻ്റലിജൻസ്. എന്താണ്, ഒരു ടീച്ചർക്ക് ഇൻ്റലിജൻസിൻ്റെ നേച്ചർ എന്താണ് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് ഈ തിയറി. അതുപോലെ തന്നെ ടീച്ചർക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ത്, ജനറൽ എബിലിറ്റി ഡിഫേഴ്സ് ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ. ജനറൽ എബിലിറ്റി എന്ന് പറയുന്നത് ഓരോ വ്യക്തികളിലും വ്യത്യാസപ്പെട്ടിരിക്കുമെന്നും അതുപോലെ തന്നെ സ്പെസിഫിക് എബിലിറ്റീസ് ഓൾസോ ഡിഫർ ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ. സ്പെസിഫിക് എബിലിറ്റികളും ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു കുട്ടിയിലുണ്ടായിരിക്കുന്നത് പോലെ ആയിരിക്കില്ല വേറൊരു കുട്ടിയിലുണ്ടായിരിക്കുക എന്നും ആ അധ്യാപികയ്ക്ക് മനസ്സിലാക്കാനും കഴിയുന്നു. അപ്പോൾ നമ്മൾക്കതിൽ നിന്ന് ക്ലാസ് റൂമിലൊരു ഇംപ്ലിക്കേഷൻ എന്താണ്, എല്ലാ കുട്ടികളും എല്ലാ ആക്ടിവിറ്റിയിലും ഒരുപോലെ പെർഫോം ചെയ്യണമെന്ന് അല്ലെങ്കിൽ ഒരുപോലെ അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഓരോ
കുട്ടികളിലും ജനറൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ജനറൽ എബിലിറ്റി വ്യത്യാസപ്പെട്ടിരിക്കാം, അതുപോലെ തന്നെ സ്പെസിഫിക് എബിലിറ്റികളും വ്യത്യാസപ്പെട്ടിരിക്കാം. S factor varies in degrees, therefore it can be modified by learning or habitual training. X factor എന്ന് പറയുന്നത് ഓരോ വ്യക്തികളിലും വ്യത്യസ്ത അളവിലാണ് കാണപ്പെടുന്നത്. നമ്മൾക്ക് ഈ എസ് ഫാക്ടറിന് എന്ത് ചെയ്യാം? മോഡിഫൈ ചെയ്യാം. ലേണിങ്ങിലൂടെ മോഡിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ട്രെയിനിങ്ങിലൂടെ നമ്മൾക്ക് മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ എ ചൈൽഡ് റിക്വയർസ് ഡിഫറെൻ്റ് എമൗണ്ട് ഓഫ് ജി ആൻഡ് എസ് ഫാക്ടർ ഫോർ അച്ചീവിങ് സക്സസ് ഇൻ ഡിഫറെൻറ്റ് സബ്ജക്റ്റ്. എല്ലാ സബ്ജക്റ്റിലും സക്സസ്ഫുൾ ആയിരിക്കണമെങ്കിൽ ആ കുട്ടിക്ക് ഡിഫറെൻറ്റ് ജി ആൻഡ് ഡിഫറെൻറ്റ് എസ് ഫാക്ടേഴ്സ് ആവശ്യമാണ്. ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് ജി ആൻഡ് എസ് ഫാക്ടേഴ്സ്. ഡിഫറെൻറ്റ് ജി എന്ന് പറയുമ്പോൾ ജി ഡിഫറെൻ്റ് ഉണ്ട് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് ജി ആൻഡ് എസ് ഫാക്ടേഴ്സ് ആ കുട്ടിക്ക് അത്യാവശ്യമാണ്. ആൻഡ് വി റിക്വയർ ഹൈ ക്വാളിറ്റി ഓഫ് ജി ഫാക്ടർ ഫോർ സക്സസ് ഇൻ ലൈഫ് ആൻഡ് ബോത്ത് ജി ആൻഡ് എസ് ഹാവ് ഹൈ കോറിലേഷൻ. നമ്മുടെ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയം നേടുന്നതിന് വേണ്ടി വി റിക്വയർസ് high quality of G factor, and these both G and S have high correlation. എന്താണ്? നമ്മുടെ ഏതൊരു പ്രവർത്തനങ്ങൾക്കും ഇതിൻ്റെ ഒരു കോപ്പറേറ്റീവായിട്ടുള്ള ഒരു പ്രവർത്തനം, മെൻ്റൽ ആക്ടിവിറ്റി എല്ലാത്തിനും ആവശ്യമാണ് എന്നാണ് ഈ തിയറി പറയുന്നത്. ഇനി അടുത്ത തിയറി ആയിട്ടുള്ള ഗിൽഫോർഡിൻ്റെ തിയറി നോക്കാം. ഗിൽഫോർഡിൻ്റെ തിയറി സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ഗിൽഫോർഡ് ആൻഡ് ഹിസ് അസോസിയേറ്റ് പ്രപ്പോസ് ദ തിയറി ഓഫ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലിജൻസ് ഓൺ ദെയർ അറ്റംപ്റ്റ് ഓഫ് ഫാക്ടർ അനാലിസിസ്. ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ്സിലൂടെയാണ് ഗിൽഫോർഡ് ആൻഡ് ഹിസ് അസോസിയേറ്റ്സ് പ്രപ്പോസ്ഡ് ദ തിയറി ഓഫ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ്. He suggests that mind is composed of 3 dimensions. Mind composed of 3 dimensions, namely process of operation, that is the act of thinking, material or content, the terms in which we think, and product, that is the idea we come up with. ഈ 3 ഡയമെൻഷൻസ് കൂടി ചേർന്നതാണ് മൈൻഡ് എന്നാണ് ഗിൽഫോർഡ് അവകാശപ്പെടുന്നത്. ഇനി ഓരോ പ്രോസസ്സിൽ അല്ലെങ്കിൽ പ്രോസസ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്ന ആ ഡയമെൻഷനിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ മെറ്റീരിയൽ ഓർ കണ്ടൻറ്റ് എന്ന് പറയുന്ന ആ ഡയമെൻഷൻ ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്തതാണ്, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് എന്ന് നമ്മളിനി നോക്കാൻ പോകുന്നത്. ആദ്യം പ്രോസസ് ഓഫ് ഓപ്പറേഷൻസ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ ചിന്തയിൽ, ആക്ട് ഓഫ് തിങ്കിങ്ങിൽ എന്തൊക്കെ ഓപ്പറേഷൻസാണ് നടക്കുന്നത് എന്നാണ് ഈ പ്രോസസ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്ന ഡയമെൻഷനിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഓപ്പറേഷൻസാണിത്. ഫസ്റ്റ് വൺ, കോഗ്നിഷൻ. കോഗ്നിഷൻ എന്ന ഓപ്പറേഷൻ ഇൻവോൾവ്സ് ഇമ്മീഡിയറ്റ് ഡിസ്കവറി ആൻഡ് റീഡിസ്കവറി, അവയർനെസ്, കോംപ്രിഹെൻഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഡിസ്കവറി നടത്തുകയാണെങ്കിൽ, റീഡിസ്കവറി ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അവയർനെസ് ഉണ്ടാക്കുകയാണെങ്കിൽ, കോംപ്രിഹെൻഷൻ, അണ്ടർസ്റ്റാൻഡിങ്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് കോഗ്നിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനാണ് നമ്മൾ നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ഒരു ഓപ്പറേഷൻ നമ്മൾ നടത്തുന്നതാണ് മെമ്മറി റീകോഡിങ്. മെമ്മറി റെക്കോർഡിങ്, ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻ. ഇറ്റ് റെഫേഴ്സ് ടു ദ റീടെൻഷൻ ഓഫ് വാട്ട് ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ. മെമ്മറി റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻ. മെമ്മറി റെക്കോർഡിംഗ് എന്ന് പറയുന്നൊരു
ഫണ്ടമെൻ്റൽ ഓപ്പറേഷനാണ്. ഇറ്റ് റെഫേഴ്സ് ടു ദ റിറ്റൻഷൻ ഓഫ് വാട്ട് ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ. നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത ആ ഒരു ഇൻഫോർമേഷനെ ഒരു കുറച്ച് കാലയളവിലേക്ക് റിറ്റൻഡ് ചെയ്ത് നിൽക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ മെമ്മറി റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വളരെ കുറച്ചായിരിക്കും. അതാണ് മെമ്മറി റെക്കോർഡിംഗ് ആൻഡ് മെമ്മറി റീറ്റൻഷൻ. ഇറ്റ് മീൻസ് റിട്ടൻഷൻ ഓഫ് വാട്ട് ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. നമ്മൾ മെമ്മറി റെക്കോർഡിങ്ങിലൂടെ റെക്കഗ്നൈസ് ചെയ്ത് റിറ്റൻഡ് ചെയ്ത ആ ഒരു ഇൻഫോർമേഷനെ ഒരു ലോങ് ടൈം ബേസിസിൽ നമ്മൾ റീറ്റൻഷൻ ചെയ്യുന്നതിനെയാണ് മെമ്മറി റിറ്റൻഷൻ എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ദ റിറ്റൻഷൻ ഓഫ് വാട്ട് ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത കാര്യത്തിന് കുറേ നേരത്തേക്ക് നമ്മൾ നമ്മുടെ മൈൻഡിൽ നിലനിർത്തി കൊണ്ടുപോകുന്ന പ്രോസസ്സിനെയാണ് മെമ്മറി റിറ്റൻഷൻ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ഓപ്പറേഷൻ ഈസ് കൺവേർജൻറ്റ് തിങ്കിങ്. കൺവേർജൻറ്റ് തിങ്കിങ് റെഫേഴ്സ് ടു the generation of information from given data where the emphasis is on the conventionally accepted best outcomes. എന്താണ് ജനറേഷൻ ഓഫ് ഇൻഫോർമേഷൻ ഫ്രം ദി ഗിവൺ ഡാറ്റ. നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസിൽ നിന്ന് പുതിയ ഇൻഫർമേഷൻസ് ജനറേറ്റ് ചെയ്യുക. പക്ഷേ എങ്ങനെയായിരിക്കും? കൺവെൻഷനലി നമ്മൾ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ കൺവെൻഷനലി നമ്മൾ കൊടുത്തിരുന്ന ആ വേയിലൂടെ പോയിക്കൊണ്ട് മാത്രമായിരിക്കും. എന്നാൽ ഡൈവേർജൻറ്റ് തിങ്കിങ് എങ്ങനെയാണ്? ഇറ്റ് ഇൻവോൾവ്സ് തിങ്കിങ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്, സെർച്ചിങ് ആൻഡ് സീക്കിങ് സെയിം ഡിഫറെൻറ്റ് വെറൈറ്റി ആൻഡ് നോവൽറ്റി. സാധാരണ ആളുകൾ ഫോളോ ചെയ്തിരുന്ന വഴിയിലൂടെ അല്ലാതെ പുതിയതായിട്ടുള്ള വഴികളിലൂടെ ചിന്തിക്കുകയും പുതിയ പുതിയ സൊല്യൂഷൻസ് കിട്ടുകയും ചെയ്യും, പുതിയ പുതിയ ഇൻഫോർമേഷൻസ് കിട്ടുകയും ചെയ്യും. അതിനെങ്ങനെയായിരിക്കും? ആ ഒരു വേ ഓഫ് പ്രോബ്ലം സോൾവിങ് നോവൽറ്റി ആയിരിക്കും. പുതിയ ഒരു വെറൈറ്റി ഉണ്ടാവും, നോവൽറ്റി ഫീലിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിക്കാണ് ഡൈവേർജൻറ്റ് തിങ്കിങ്ങിന് കഴിയുകയുള്ളൂ. ഇറ്റ് സിംപ്ലി മീൻസ് തിങ്കിങ് ഔട്ട് ഓഫ് ബോക്സ്. നമ്മൾ സാധാരണ ചിന്തിക്കുന്ന ആ കൺവെൻഷണൽ വേയിൽ നിന്ന് മാറി ചിന്തിക്കുക എന്നുള്ളത്, നമ്മൾ ആ ചട്ടക്കൂടുകളിൽ നിന്ന് മാറി ചിന്തിക്കുക എന്നുള്ളതാണ് ഡൈവേർജൻറ്റ് തിങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, ഇവാലുവേഷൻ. ഇറ്റ് റെഫേഴ്സ് ടു ദ റീച്ചിങ് ഓഫ് കൺക്ലൂഷൻ ആൻഡ് ഡിസിഷൻ ആസ് എ ഗുഡ്നെസ്, കറക്റ്റ്നെസ്, ആഡിക്വസി ആൻഡ് ഡിസൈറബിലിറ്റി ഓഫ് ഇൻഫോർമേഷൻ. അതാണ് ഒരു നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുക. ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഡിസിഷൻ മേക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ മേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡിസൈറബിൾ ആയിട്ടുള്ളൊരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുന്ന ആ പ്രോസസ്സാണ് നമ്മൾ ഇവാലുവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 6 പ്രോസസ്സുകളാണ് ഓപ്പറേഷൻ എന്ന് പറയുന്ന ഡയമെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ആൻഡ് ദ നെക്സ്റ്റ്, മെറ്റീരിയൽ ഓർ കണ്ടൻസ്. എന്ത് മെറ്റീരിയലാണ്, നമ്മൾ എന്തുപയോഗിച്ചിട്ടാണ് ചിന്തിക്കുന്നത്, അതാണ് മെറ്റീരിയൽ ഓർ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഒന്ന് വിഷ്വൽ കണ്ടൻറ്റ്. ഇറ്റ് റെഫേഴ്സ് ടു കോൺക്രീറ്റ് മെറ്റീരിയൽ പെർസീവ്ഡ് ത്രൂ ഐഡിയാസ് ആൻഡ് തോട്ട്സ്. എന്താണ് വിഷ്വൽ കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ? എന്താണ് നമ്മൾ പെർസീവ് ചെയ്തിട്ടുള്ള കോൺക്രീറ്റ് ഐഡിയാസിനെ അല്ലെങ്കിൽ തോട്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിഷ്വൽ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഓഡിറ്ററി കണ്ടൻറ്റ് റെഫേഴ്സ് ടു ദ മാറ്റർ ഓർ ഇൻഫർമേഷൻ പെർസീവ്ഡ് ത്രൂ ഇയേഴ്സ്. നമ്മൾ ഇയേഴ്സിലൂടെ അല്ലെങ്കിൽ ഓഡിറ്ററി ഓർഗൻസിലൂടെ നമ്മൾ പെർസീവ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓഡിറ്ററി കണ്ടൻറ്റ് എന്ന് പറയുന്നത്. സിംബോളിക് കണ്ടൻറ്റ് റെഫേഴ്സ് ടു composition of letters,
digits and other conventional signs and symbols, usually organized in general patterns. Letters, digits, signs and symbols, അതിനൊക്കെയാണ് സിംബോളിക് കണ്ടൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സെമാൻറ്റിക് കണ്ടൻറ്റ്. It refers to the clear verbal form of meanings or ideas for which no examples are necessary. എന്താണ്? It is a clear verbal form of meaning or ideas which no examples are necessary. എന്ന് വെച്ചാൽ നമ്മൾ സെമാൻറ്റിക് ആയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള വെർബൽ ഫോം ഓഫ് ഇൻഫർമേഷനാണ് എന്ന് നമ്മൾ പറയുന്നത് സെമാൻറ്റിക് കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ബിഹേവിയറൽ കണ്ടൻറ്റ്. It refers to social intelligence which enable one to understand human communications. That is social intelligence which enable an individual to understand human communication മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തിയെ സഹായിക്കുന്ന സോഷ്യൽ ഇൻ്റലിജൻസിനെയാണ് നമ്മൾ ബിഹേവിയർ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 കണ്ടൻറ്റുകളാണ് സെക്കൻഡ് ഡയമെൻഷനിൽ വരുന്നത്. ദ ലാസ്റ്റ് വൺ, പ്രോഡക്റ്റ്. ഇൻ ദിസ് പ്രോഡക്റ്റ് ഇറ്റ് ഇൻക്ലൂഡ്സ് യൂണിറ്റ്സ്. യൂണിറ്റ്സ് മീൻസ് സിംഗിൾ ഐറ്റം ഓഫ് നോളജ്. ക്ലാസസ്. It refers to conceptions underlying set of information or data grouped by virtue of their common properties. ഒരു ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ കോമൺ പ്രോപ്പർട്ടി ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഫർമേഷൻ, ഗ്രൂപ്പ് ഓഫ് ഡാറ്റയാണ് നമ്മൾ ക്ലാസ്സസ് എന്ന് പറയുന്നത്. റിലേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഐറ്റംസ് തമ്മിലുള്ള കണക്ഷൻസിനെയാണ് നമ്മൾ റിലേഷൻസ് എന്ന് പറയുന്നത്. And systems refers to aggregate of items of information or data with structure. It is the aggregate of item of information. അതാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ട്രാൻസ്ഫോർമേഷൻ refers to the change like redefinition, modification in existing information or its functions. ട്രാൻസ്ഫോം ചെയ്യുക എന്താണ്? ഒരു കാര്യത്തെ റീഡിഫൈൻ ചെയ്യുന്നു, മോഡിഫൈ ചെയ്യുന്നു, അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസിനെ മോഡിഫൈ ചെയ്യുന്നു. ഇത്രയാണ് ട്രാൻസ്ഫോർമേഷനിൽ വരുന്നത്. അടുത്തത് ഇംപ്ലിക്കേഷൻസ്. ഇംപ്ലിക്കേഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്പ്ലോറേഷൻ ഓഫ് ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ് എക്സ്പെക്റ്റേഷൻസ്, പ്രഡിക്ഷൻസ് ആൻഡ് കോൺസിക്വൻസസ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക, എക്സിസ്റ്റിംഗ് ഇൻഫർമേഷൻസിനെ വെച്ചിട്ട് നമ്മൾ കുറച്ച് പ്രഡിക്ഷൻസ് നടത്തുക, അതിനെയാണ് നമ്മൾ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ഡയമെൻഷനാണ് ഒരു മൈൻഡിൽ ഉള്ളത് എന്നാണ് ഗിൽഫോർഡ് അവകാശപ്പെടുന്നത്. അപ്പോൾ ഒരു മെൻ്റൽ ഓപ്പറേഷൻ നടക്കുമ്പോൾ എന്താണ്, ഈ 3 ഡയമെൻഷൻസും അതിൽ ഇൻവോൾവ് ആണ്. എന്ത് വേണം? ഒരു പ്രോസസ്സ് ഉണ്ടാവും, ഒരു കണ്ടൻറ് ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു പ്രോഡക്റ്റും നമ്മൾക്ക് ആ ഒരു തിങ്കിങ് പ്രോസസ്സിൻ്റെ അവസാനത്തിൽ കിട്ടും. അല്ലെങ്കിൽ ഒരു മെൻ്റൽ ആക്ടിവിറ്റിയുടെ അവസാനത്തിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾക്ക് ഉണ്ടാകും എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇതാണ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓരോ ഡയമെൻഷനിലും പറയുന്നത് ഒന്ന് കണ്ടൻ്റാണ്, ഒന്ന് പ്രോഡക്റ്റ്, ഒന്ന് ഓപ്പറേഷൻ. കണ്ടൻറ്റ് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. വിഷ്വൽ, ഓഡിറ്ററി, സിംബോളിക്, സെമാൻറ്റിക് ആൻഡ് ബിഹേവിയറൽ കണ്ടൻറ്റുകളാണ് ഉണ്ടാകുന്നത്. അത് 5 നമ്പേഴ്സാണ്. പ്രോഡക്റ്റും ഓപ്പറേഷനും എത്ര? 6 നമ്പേഴ്സാണ്. പ്രോഡക്റ്റിൽ വരുന്നത് യൂണിറ്റ്, ക്ലാസസ്, റിലേഷൻ, സിസ്റ്റംസ്, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഇംപ്ലിക്കേഷൻസ്. ഓപ്പറേഷനിൽ വരുന്നത് ഇവാലുവേഷൻ, കൺവേർജൻറ്റ് പ്രൊഡക്ഷൻ, ഡൈവേർജൻറ്റ് പ്രൊഡക്ഷൻ, മെമ്മറി ആൻഡ് കോഗ്നീഷൻ. അപ്പോൾ 5 കണ്ടൻറ്റും പ്രോഡക്ട്സ് ആൻഡ് ഓപ്പറേഷൻസ് എങ്ങനെയാണ്? 6 ആണ് അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് ഗിൽഫോർഡ് പറയുന്നത് എന്താണ്? അക്കോർഡിംഗ് ടു ഗിൽഫോർഡ് there can be only 180 mental abilities that comes as a result of 6 processes of operating on any one of 5 content to produce any one of 6 product. 180 മെൻ്റൽ എബിലിറ്റീസ് ആണ് നടക്കുന്നുള്ളൂ എന്നാണ് ഗിൽഫോർഡ് പറയുന്നത്. എങ്ങനെയാണ് 180യിലേക്ക് വരുന്നത്?
ഏതൊരു പ്രോസസ്സ് നടക്കണമെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടൻറ്റ് ഓപ്പറേഷൻ നടന്നിട്ടാണ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 6 ഓപ്പറേഷൻസ് 5 കണ്ടൻറ്റ് ആൻഡ് 6 പ്രോഡക്റ്റ്, അങ്ങനെയാണ് 180 മെൻ്റൽ എബിലിറ്റീസാണ് ഉണ്ടാവുള്ളൂ എന്ന് അദ്ദേഹം അവകാശപ്പെട്ടത്. അപ്പോൾ ഈ ഓരോ ഓപ്പറേഷൻ നടക്കുമ്പോഴും എന്താണ് നമ്മൾ പറഞ്ഞ ഈ 6 കണ്ടൻറ്റിൽ ഏതെങ്കിലും ഒരു 6 ഓപ്പറേഷനിൽ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ 5 കണ്ടൻറ്റിൽ ഇതിലൊരു കണ്ടൻറ്റ് ഇൻവോൾവ് ആയിരിക്കും. അതുപോലെ തന്നെ 6 പ്രോഡക്റ്റിൽ നമ്മൾ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ അതിനെ ഓരോന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോഴും ടോട്ടൽ മെൻ്റൽ എബിലിറ്റീസ് എന്ന് പറയുന്നത് 180 മെൻ്റൽ എബിലിറ്റീസ് ആയിരിക്കുമെന്നാണ്